വീഡിയോ ഓക്കെ അല്ലേ? ഗുഡ് മോർണിംഗ്. അതെ നമുക്ക് നമ്മളിന്ന് പറയാൻ പോണതേ ആപ്സ് കുറയ്ക്കാൻ, ഓക്കെ, വയറ് കുറയ്ക്കുക അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കുറയ്ക്കുക, ഫാറ്റ് ബേണിങ്, മനസ്സിലായ? അത് നമ്മൾ പറയാൻ പോണോ അല്ല കാണിച്ചു തരാൻ പോണോ? അത് കാണിച്ചു തരാനുള്ള കാരണം ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയാണ് നമുക്ക് വയറ് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളത്. ആൾ വിളിച്ചിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിക്കാം. ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ഒരു മെത്തേഡാണ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അത് ഫോളോ ചെയ്യേണ്ടത് നിങ്ങളാണ്. കേൾക്കുന്നില്ലേ? നോക്കട്ടെ. അപ്പോൾ ഇത് കാണുന്നവരാണ് അത് ഫോളോ ചെയ്യേണ്ടത്. ഫോളോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ മസിൽ ലോസ് അല്ല. മസിൽ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ആഹാരം കഴിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ മേത്തുള്ള ഫാറ്റ് കുറയ്ക്കാനുള്ള എക്സസൈസ് ആണ് ഇപ്പോൾ തരുന്നത്. ഇതേ സെയിം തന്നെ നമ്മൾ നല്ല ആഹാരം, പ്രോട്ടീൻ അവൈലബിൾ ഉള്ള ആഹാരം കഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ മസിൽ ഗെയിനിങ് വരാനുള്ള ആണ്. നമുക്ക് ജിമ്മിൽ പോകുമ്പോൾ മസിൽ ഗെയിനിങ് വരും. മനസ്സിലായി? നല്ല ആഹാരം ചെയ്ത് അതേ സെയിം തന്നെ നമ്മൾ ആഹാരം കുറയ്ക്കൊന്നും വേണ്ട. ആഹാരം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആഹാരം, ഓവർ ഫുഡല്ല പറയണം, ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കുക. പിന്നെ നല്ല ഫാറ്റി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ചോറ് കാര്യങ്ങളൊക്കെ ബൾക്കി ആയിട്ട് നമ്മുടെ ശരീരത്തിന് കൊണ്ടുവരുന്ന ഫുഡുകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. അത് പിന്നെ പറയണം. നമുക്കിപ്പോൾ ജസ്റ്റ് ഈ മേത്തത്തെ ഫാറ്റ് പോണ വളരെ സിമ്പിളാണ്. നമ്മൾ വീട്ടിൽ എന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ഉണ്ടാവും. അതായത് ഇപ്പം ഞാൻ കാണിച്ചുതരാം. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഏതൊരു വ്യക്തിക്ക്, കുഞ്ഞു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ നിന്നോർക്കുന്നിട്ട് ജമ്പ് ചെയ്യാം. അത് എത്ര നമ്പർ നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര നമ്പർ നമുക്ക് ജമ്പ് ചെയ്യും. മനസ്സിലായ? ഓക്കെ. ആ ജമ്പിങ് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ട്, വലിയ കാര്യമായിട്ട് കിടക്കണില്ല. ഇനിയിപ്പോൾ ഇത്തിരി സ്റ്റാമിന ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നിന്നോർത്തുന്ന ജമ്പ് ചെയ്തതിന് ശേഷം ചാടി ബെൻഡ് ചെയ്യാം. 1 2 3 ഇങ്ങനെ കൈ മുട്ടിക്കുന്ന രീതിയിൽ ചാടി ഒരു 15-20 റപ്പ് അടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കാർഡിയോ കിട്ടുന്നുണ്ട്, ഫാറ്റ് ബേണിങ്ങിനുള്ളത് കിട്ടുന്നുണ്ട്. മനസ്സിലായ? പിന്നെ വരുന്ന സംഭവം പറഞ്ഞാൽ നമ്മൾ നോക്കി ഇങ്ങനെ നിന്നിട്ട് ഓടുക, നിന്നിട്ട് ഓടുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും. ഞാൻ കമ്പൾസറി ആയിട്ട് പറയുന്ന എക്സസൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സെറ്റ് 50 അതായത് ഒരു സെറ്റിൽ 50 വെച്ചിട്ട് നമ്മൾ ഈ എക്സസൈസ് ചെയ്യാം. കാലിന് മുട്ടിന് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനാണ് ഞാൻ അവരുടെ അടുത്ത് നിന്നോടത്ത് നിന്നിട്ട് ചാടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ കാലിന് മുട്ടിന് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നേരത്തെ പറഞ്ഞ നിന്നോടത്ത് നിന്ന് ചാടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതല്ലാത്ത പക്ഷം നമ്മൾ ഈ എക്സസൈസ് നോക്കുക. 1 2 50 ചെയ്യണം. 3 4 5 6 7 8 ഈ പൊസിഷൻ അത് ചെയ്യും. ഓക്കെ. ഇത് 50 ചെയ്യുക. ഒരു 2-3 കുറച്ച് ഒരു അരമിനിറ്റ് എന്ന് പറയില്ലേ, വളരെ കുറച്ച് റെസ്റ്റ് ചെയ്യുക. ആ കഥപ്പ് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. സെക്കൻഡ് 1 2 3 4 5 6 വളയം പിടിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ 50 ചെയ്യുക. ഹിപ്പിനും ഗുണമാണ്. ഈ ഹിപ്പിനൊക്കെ ഇതിനൊക്കെ നമുക്ക് ഗുണമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സൈഡിനൊക്കെ നമുക്ക് ഗുണമാണ്. മനസ്സിലായ? ഇതിലൊക്കെ ഫാറ്റ് പോവും, ഷേപ്പിങ് വേണം, നല്ല എക്സസൈസ് ഉണ്ട്. ഓക്കെ. അത് ചെയ്യാം. അങ്ങനെ 3 സെറ്റ് 50 150 ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിഞ്ഞിരിക്കുക. കൈ ഇങ്ങനെ പിടിക്കുക. കണ്ടില്ലേ? ഓക്കെ.
ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 ഇങ്ങനെ ചെയ്യാം. അത് നമ്മൾ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് 50 ചെയ്യാം. സെക്കൻഡ് ടൈം രണ്ടാമത്തെ സെറ്റ് 50 ചെയ്യുക. മൂന്നാമത്തെ സെറ്റ് 50 ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് ഡെയിലി ഇത് നമ്മൾ ചെയ്താൽ നമ്മുടെ ഫാറ്റ് വളരെ കുറയുന്നുള്ളതിൽ 100% ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്സൊക്കെ നല്ല വയറൊക്കെ നല്ല കുറഞ്ഞ് സെറ്റായി കിട്ടും. അത് എത്ര മാസം എന്നുള്ളതല്ല, നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുക, നമുക്കുള്ള റിസൾട്ട് അത് ഏതാണ് ദിവസം എന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടും. ഓക്കെ.